കോൺഗ്രസിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബിജെപിയുടെ വിജയങ്ങൾക്ക് പിന്നിൽ കോൺഗ്രസിന്റെ ശിഥിലീകരണ തന്ത്രമാണെന്ന് ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി പറയുന്നു. ബിജെപിക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന പേരിലാണ് ലേഖനത്തിലെ വിമർശനം. ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകളെ ഭിന്നിപ്പിക്കുന്നുവെന്നും വിമർശനമുണ്ട്. വിവരങ്ങൾ ഷീജ തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കും. ഷീജ, വളരെ രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി കോൺഗ്രസിന് നേരെ ഉന്നയിച്ചിരിക്കുന്നത്. സമകാലീന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയും തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളെയും ഒക്കെ ചൂണ്ടിക്കാട്ടി വസ്തുതകൾ നിരത്തിയാണ് മുഖ്യമന്ത്രി ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയിരിക്കുന്നത്. ആ ലേഖനത്തിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണ്? തീർച്ചയായും മനു, ഏതായാലും സമകാലീന രാഷ്ട്രീയത്തിൽ ഊന്നി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഈ ലേഖനം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കഴിഞ്ഞ നാളുകളിലായി നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഒരു പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. കാരണം ഒരു പുതിയ വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ് രാജ്യം. ആ ഒരു ഘട്ടത്തിൽ നടക്കുന്ന പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്വീകരിച്ച സമീപനമാണ് BJPയെ അധികാരത്തിലേക്ക് എത്തിക്കാൻ കാരണമായത് എന്നുള്ളൊരു പ്രധാന വിമർശനം തന്നെയാണ് മുഖ്യമന്ത്രി ഇതിൽ പറയുന്നത്. കാരണം ഏറ്റവും വലിയ ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ദില്ലി തെരഞ്ഞെടുപ്പാണ്. ദില്ലി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയെ അവർ മുഖ്യ ശത്രുവായി കണ്ടു. പക്ഷേ ആം ആദ്മി പാർട്ടിയല്ല, അവിടെ BJP ആയിരുന്നു മുഖ്യ ശത്രുവായി കാണേണ്ടത്. പക്ഷേ ആം ആദ്മി പാർട്ടിയെ വിജയിപ്പിക്കേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്നുള്ളൊരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അത് കാരണമാണ് അവിടെ BJP അധികാരത്തിൽ വന്നത്. BJP എവിടെയൊക്കെ അധികാരത്തിൽ വന്നോ അവിടെയെല്ലാം കോൺഗ്രസ് സ്വീകരിച്ച സമീപനം അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു നേട്ടം BJPക്ക് ഉണ്ടാകാൻ കാരണമായത്. അതായത് BJPയുടെ വളർച്ചയ്ക്ക് കോൺഗ്രസ് സഹായിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പ്രധാനമായും ഇതിൽ കാണിച്ചത്. പറയുന്ന വാക്ക് ഒരു രീതിയിലെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരു വഴിക്ക് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു സമീപനം എന്ന് പറയുന്നത്. കാരണം എല്ലാവരെയും ഒറ്റക്കെട്ടായി കൂടെ, അതായത് ഇന്ത്യ മുന്നണിയിൽ എല്ലാവരെയും ഒറ്റക്കെട്ടായി കൂടെ നിർത്തേണ്ടതിന് പകരം ഒപ്പമുള്ളവരെ പോലും വിശ്വാസമില്ലാതെ അവർക്കെതിരെ അവർക്കെതിരെ അതൃപ്തി പ്രകടിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നു. ഇതിൽ ഒരു മാറ്റം വരുത്താൻ തയ്യാറാകാത്തതാണ് ഇത്തരത്തിലുള്ള വലിയ തിരിച്ചടിക്ക് കാരണം എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മതനിരപേക്ഷത സംരക്ഷിക്കണം എന്നുള്ളൊരു നിലപാട് അത് കൃത്യമായ രീതിയിൽ തന്നെ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ രീതിയിലുള്ള നടപടികളുമായി തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ അത്തരത്തിലുള്ള സമീപനം ഉണ്ടാകുന്നില്ല കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളൊരു വിമർശനം തന്നെയാണ് ഈ കഴിഞ്ഞ കാലയളവിൽ നടന്ന ഓരോ സംഭവങ്ങളും അദ്ദേഹം എടുത്തുകാട്ടി തന്നെയാണ് ഈ ലേഖനത്തിൽ കോൺഗ്രസിനെ വിമർശിച്ചിരിക്കുന്നത്. മനു, അതായത് കോൺഗ്രസിന് പ്രായോഗിക ബോധ്യത്തോടെ BJPയെ എതിർക്കാൻ കഴിയുന്നില്ല എന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്? ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പുകൾ ദില്ലി എടുക്കാം. ദില്ലിയിലൂടെ ആം ആദ്മി പാർട്ടിക്കെതിരെ നിന്ന് മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPക്ക് വഴിയൊരുക്കുന്നത് നമ്മൾ കണ്ടു. ഹരിയാനയിൽ സംഭവിച്ചത് അതുതന്നെയാണ്. അവിടെയും സഖ്യത്തിൻ്റെ താല്പര്യങ്ങൾ പരിഗണിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. കശ്മീരിലാകട്ടെ അവിടെ ഒമർ അബ്ദുള്ളയുടെ പാർട്ടിക്ക് ശക്തിയുള്ളത് കൊണ്ട് മാത്രം അവിടെ അധികാരത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു. താഴ്വരയിൽ പോയി ഒരുപാട് സീറ്റുകൾ ചോദിച്ചു വാങ്ങി മത്സരിച്ചിട്ട് വെറും 6 കോൺഗ്രസിന് ജയിക്കാൻ കഴിഞ്ഞത്. മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നത് കണ്ടതാണ്, മര്യാദകൾ പാലിക്കാത്തതിന്റെ പേരിൽ. ഇപ്പോഴും ഭൂതകാല കുളിരിലാണ്. പണ്ടെങ്ങോ ശക്തി ഉണ്ടായിരുന്നതിന്റെ ഭൂതകാല കുളിരിൽ കോൺഗ്രസിന് ഇന്നത്തെ രാഷ്ട്രീയത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണോ മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നത്? തീർച്ചയായും മനു, അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം ആ രീതിയിൽ തന്നെയാണ് ലേഖനത്തിൽ മുഖ്യമന്ത്രി കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. കാരണം അത് കഴിഞ്ഞ നാളുകളിൽ നടന്നിട്ടുള്ള, മനു സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ നാളുകളിലായി നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളുടെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഈ ഒരു ലേഖനം എഴുതിയിരിക്കുന്നത്. അതിൽ കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹം കണക്കുകൾ സഹിതം തന്നെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. കാരണം കോൺഗ്രസ് ഇപ്പോഴും സ്വീകരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് തങ്ങൾക്കൊപ്പം മറ്റാരും വേണ്ട, തങ്ങൾ ഒറ്റയ്ക്ക് മതി എന്നുള്ളൊരു നിലപാട് അവർക്കുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയല്ല. BJPയെ ഒരു മുഖ്യ ശത്രുവായി കണ്ടാണ് ഇന്ത്യ മുന്നണി രൂപപ്പെടുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസിൽ നിന്നും ഉണ്ടാകേണ്ടത്. പക്ഷേ കോൺഗ്രസിൻ്റേത് സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് പോകുക എന്നുള്ളൊരു നിലപാടാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഒപ്പം നിൽക്കുന്നവർക്കെതിരെ കടുത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. അത് വലിയ തിരിച്ചടിക്ക് കാരണമായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പുകൾ സൂചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ മതനിരപേക്ഷത സംരക്ഷിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതിൽ നിന്നും കോൺഗ്രസ് വ്യതിചലിച്ച് മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിയമ പോരാട്ടം നടത്തണമെങ്കിൽ പോലും അതിന് മുൻകൈ എടുക്കുന്നത് ഇടതുപക്ഷമാണ്. മറിച്ച് കോൺഗ്രസ് ആണ് അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത്. പക്ഷേ കോൺഗ്രസ് സ്വീകരിക്കുന്നത് മൃദു സമീപനമാണ്. അതായത് BJPയെ വളരുന്നതിൽ വലിയ രീതിയിലുള്ളൊരു സ്വാധീനം അല്ലെങ്കിൽ അതിനൊരു വളം വെച്ചു കൊടുക്കുന്ന സമീപനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. അത് തന്നെയാണ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ കണ്ടത്. ആ നിലപാട് കോൺഗ്രസ് തിരുത്തണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത്.
അതായത് അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോൾ ഈ BJP എതിർക്കുന്ന മറ്റു പാർട്ടികളുടെ മുന്നിൽ കോൺഗ്രസ് വലിയ ധാർഷ്ട്യം കാണിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. നേരത്തെ സമാജ്വാദി പാർട്ടിയും മഹാരാഷ്ട്രയിൽ NCPയും ശരത് പവാറിന്റെ NCPയും ഉദ്ധവ് താക്കറെയും ഒക്കെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണിത്. കോൺഗ്രസ് അവിടെ ഘടകകക്ഷികളെ വില കൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നത്. ഞങ്ങളാണ് ഏറ്റവും വലിയ പാർട്ടി എന്ന നിലയിൽ സ്വന്തം നിലയ്ക്ക് തീരുമാനങ്ങൾ എടുത്തൊരു സഖ്യത്തിൽ മുന്നോട്ട് പോകുന്നു എന്ന്. അതായത് മറ്റുള്ളവരെ അംഗീകരിക്കാൻ തയ്യാറായാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ. ആ ഒരുമിച്ച് മുന്നോട്ട് പോയാലേ BJPയെ സംഘപരിവാറിനെ താഴെ ഇറക്കാൻ കഴിയുകയുള്ളൂ. ആ ബോധ്യത്തിലേക്ക് എത്താൻ കോൺഗ്രസിന് പറ്റാതെ പോകുന്നു എന്ന് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ് മുഖ്യമന്ത്രി. തീർച്ചയായും മനു, അത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നത് പ്രധാനമായും BJPയെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളെ താഴെ ഇറക്കണമെങ്കിൽ ഒറ്റക്കെട്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ് ആവശ്യമായിട്ടുള്ളത്. പക്ഷേ ആ ഒരു ഒറ്റക്കെട്ടായ പ്രവർത്തനം അത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല. കോൺഗ്രസ് ആകട്ടെ, അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, കോൺഗ്രസ് ആകട്ടെ സ്വീകരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ആരൊക്കെയാണോ BJPയെ എതിർക്കുന്നത് ഇവർക്കൊപ്പം നിൽക്കുന്നവർക്കെതിരെ ഒരു ധാർഷ്ട്യപരമായ സമീപനം അത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. ഇത് വലിയ തോതിലുള്ള തിരിച്ചടി തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കഴിഞ്ഞ നാളുകളിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് അവരുടെ മൃദു സമീപനം BJPക്കെതിരെ തുടരുന്നത് തന്നെയാണ് പലയിടങ്ങളിലും BJP അധികാരത്തിലെത്താൻ വഴിയൊരുക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ മതനിരപേക്ഷ പോരാട്ടം നടത്തുന്നതിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച അത് തന്നെയാണ് പലയിടങ്ങളിലും BJPക്കും സംഘപരിവാർ ശക്തികൾക്കും വളരാൻ ഒരു സാഹചര്യം ഒരുക്കിക്കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു മാറ്റമാണ് ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യം തന്നെയാണ് ഈ ലേഖനത്തിലൂടെ മുഖ്യമന്ത്രി പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. മനു, ശരിയായാലും വളരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ലേഖനത്തിൽ മുഖ്യമന്ത്രി കോൺഗ്രസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. രാജ്യത്ത് BJPക്ക് വളരാൻ വഴിയൊരുക്കുന്നത് കോൺഗ്രസ് ആണെന്ന് മുഖ്യമന്ത്രി സമീപകാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും കോൺഗ്രസിന്റെ നിലപാടുകളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വസ്തുതാപരമായി വിമർശിക്കുകയാണ്. വിവരങ്ങളാണ് ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നൽകിയത്.